ഉണ്ടായിരുന്നു. നമ്മൾ ഫ്ലക്സുകൾ കൊണ്ടുകൊടുക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ തല വെട്ടി വെക്കുക, അതുപോലെ ചളി വാരി തേക്കുക, അല്ലെങ്കിൽ അവരുടെ പോസ്റ്റർ ഒട്ടിക്കുക. CPM-ഉം കോൺഗ്രസും ജാതിഭേദമില്ലാതെ തന്നെ അതുമേ നമ്മളെ താരടിച്ച് കാണിക്കാനായിട്ട് കണ്ടമാന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്ലക്സുകൾ കീഴോട് അപ്പം നമ്മൾ കൊണ്ടുകൊടുക്കുമ്പോഴും പറയും നമ്മൾ അവരോട് പ്രശ്നങ്ങളും കാര്യങ്ങളും തല്ലിവിടാൻ പാടില്ല, അവർ ചെയ്തു പോട്ടെ. അവർക്ക് തോൽവി എന്നുള്ള ഒരു ഭയം വന്നിട്ടാണ് ചെയ്യണേ. നമ്മൾ ജയിക്കുന്ന ഉറപ്പായി നിൽക്കുക. നമ്മൾ ആരെയും തല്ലിവിടാതെ തന്നെ നമ്മൾ പരസ്യപ്രചരണമായാലും ഫ്ലക്സ് ബോർഡുകളായാലും ക്ലിയർ ചെയ്ത് വെക്കുക. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങോട്ട് തല്ലിവിടാൻ കാര്യങ്ങൾ പോകാൻ പറ്റില്ല. തോൽവിയുടെ ജയത്തിന്റെ നമുക്ക് ജയിക്കുന്ന ഇതറിയുമ്പോൾ അവര് പ്രത്യേകിച്ച് തല്ലിവിടാനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ അതൊന്നും ചെയ്യാതെ നമ്മുടെ ഫ്ലക്സുകൾ വെച്ച് കഴിഞ്ഞാൽ ബൂത്ത് പ്രവർത്തനം ക്ലിയർ ചെയ്ത് പോവുക. അതാണ് നമുക്ക് മോഡിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടിങ്ങനെ. അതേപോലെ നമ്മൾ നടന്നൊരു 3 കിലോമീറ്റർ ബൂത്ത് പ്രസിഡന്റാണ്. ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ള വോട്ട് 516, CPM-ന് കിട്ടിയുള്ളത് 313. അതുപോലെ തന്നെ LDF-ന് CPM-ന് കിട്ടിയുള്ളത്. കോൺഗ്രസിന് കിട്ടിയുള്ളത് 190 195 കിട്ടിയിട്ടുള്ളൂ. നമ്മൾ 200 വോട്ടിന് നമ്മൾ മുന്നിലാണ്. അതും എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു അഭിമാനമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സംഘടനയുടെ ചുമതല എന്താ? ഞാൻ ബൂത്ത് പ്രസിഡന്റാണ്, നെല്ലങ്കര ബൂത്ത് പ്രസിഡന്റാണ് BJP-യുടെ. ഇതില് സാധാരണ എങ്ങനെയാണ് ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവുന്നത്? ഭൂരിപക്ഷം നമ്മൾ ഒരു 25-30 വോട്ടിനൊക്കെയാണ് നമ്മൾ ഏത് ഇലക്ഷൻ ആയാലും നമ്മൾ കൂടുതൽ ഉണ്ടാവാറ്. ഈ പ്രശ്നം നമുക്ക് ഇരട്ടി മധുരം തന്നു. നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തി നമ്മുടെ കൂടെ ഇന്ന് ചേരുകയാണ്. ശ്രീജിത്ത് നെല്ലങ്കര. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലേക്കും ഫ്ലക്സ് ബോർഡുകളും സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ ചുമരെഴുതാനുള്ള വസ്തുക്കളും എത്തിച്ചു നൽകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി വിജയിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും നമ്മുടെ BJP-യുടെ കാര്യകർത്താക്കളെയും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട അതിൽ ഉത്തരവാദിത്വമുള്ള മറ്റുള്ള ആളുകളാണ് കാണാറ്. ഇതുപോലെ ഒരു ത്യാഗോജ്വലമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ വിജയത്തിന്റെ മുന്നിൽ ഏറ്റവും മുൻപന്തിൽ തന്നെ നിൽക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ശ്രീജിത്ത് നെല്ലങ്കരെ പോലെയുള്ള ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾക്ക് എന്താ ചോദിച്ച് മനസ്സിലാക്കാം. ശ്രീജിത്ത് ഭായ്, നമസ്കാരം. നമസ്കാരം. എങ്ങനെയായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ? എത്രത്തോളം വലിയ രീതിയിൽ പ്രതീക്ഷകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു? വളരെയധികം പ്രതീക്ഷകളായിരുന്നു നമുക്ക്. സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം നമ്മുടെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഈ വിശ്വാസം അത് പൂർത്തീകരിക്കാനുണ്ടായ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്തത്? നമ്മൾ ആദ്യം നമ്മുടെ അടുത്ത് ജില്ലാ പ്രസിഡന്റ് അനിഷേട്ടൻ പറഞ്ഞു ഫ്ലക്സുകൾ എത്രയും പെട്ടെന്ന് എല്ലാ ബൂത്തുകളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പ്രചരണം അങ്ങനെ തുടങ്ങണം. സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാർ അറിയണ്ടേ. അപ്പോൾ ഫ്ലക്സുകൾ വരുന്നു. നമ്മൾ രാത്രി പകലില്ലാതെ അടിച്ച് ഓരോ ബൂത്തുകളിലേക്കും നമ്മൾ രാത്രിയോ പകലോ ഇല്ലാതെ തന്നെ എല്ലാ ബൂത്തുകളിലും എത്തിച്ചു കൊടുക്കുമായിരുന്നു. ബൂത്തുകളിൽ ഫസ്റ്റ് റൗണ്ട് ആയാലും സെക്കൻഡ് റൗണ്ടും അങ്ങനെ എല്ലാ ബൂത്തുകളെയും പ്രചരണത്തിൽ ഒരു കുറവ് വരാൻ പാടില്ല. അതാണ് ജില്ലാ പ്രസിഡന്റ് എടുത്ത് പറഞ്ഞിരുന്നത്. അതേപോലെ നമ്മൾ ഒരുവിധം എല്ലാ ബൂത്തുകളിലേക്കും കട്ടയ്ക്ക് നിന്നും അതുപോലെ അവിടുത്തെ പ്രവർത്തകന്മാരായാലും നമുക്ക് കൊടുക്കുമ്പോഴേക്കും അവർ പെട്ടെന്ന് വെക്കുക. എല്ലാ പരിപാടികളും അവർ നന്നായി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് കൊണ്ടുകൊടുക്കുമ്പോൾ നമുക്കറിയാം ഫ്ലക്സുകളൊക്കെ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോൾ. ഇപ്പോൾ ഈ BJP-യുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉറപ്പായും വിജയിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് BJP-യുടെ നേതൃത്വം മുന്നോട്ട് ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ 2016 നിയമ നിയോജക മണ്ഡലത്തിൽ ഇതേ മാനസികാവസ്ഥയായിരുന്നു BJP-യുടെ കാര്യകർത്താക്കൾ. അപ്പോൾ ഈ ഒരു സമയത്ത് സാധാരണ ഗ്രൗണ്ട് തലത്തിലുള്ള പ്രവർത്തകർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചിരുന്നു. യാഥാർത്ഥ്യം അങ്ങനെ തന്നെയായിരുന്നു. അത് സത്യമായിട്ടും അവര് താഴെത്തട്ടുള്ള പ്രവർത്തകർ മുതൽ മുതിർന്ന പ്രവർത്തകർ വരെ ഒരുമിച്ച് നിന്നിട്ട് തന്നെ അത്രയും കട്ടയ്ക്ക് അവർ നിന്നായിരുന്നു. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് നമുക്ക് എടുത്തു പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പുലർച്ചെ 3 മണി 4 മണി വരെയൊക്കെ നമ്മൾ ഫ്ലക്സ് അടിച്ചായിരുന്നു. അദ്ദേഹം പ്രചരണ പരിപാടികൾക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 12-1 മണിയാകുമ്പോൾ നമ്മുടെ ഫ്ലക്സ് അടി തുടങ്ങി വരും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ, എന്തായി കാര്യങ്ങൾ, അവിടുത്തെ അന്നത്തെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് അദ്ദേഹം പോകാറുള്ളൂ. നമ്മളൊപ്പം നമ്മളൊരു ചേട്ടനെ പോലെ ചേർത്ത് നിർത്തിയിട്ട് നിൽക്കും. അത് കാരണം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് രാത്രി പകലായാലും നമ്മൾ പറയുമ്പോഴേക്കും നമ്മൾ ഫ്ലക്സുകൾ രാത്രി ആയാലും നമ്മൾ പരമാവധി രാത്രികളിലാണ് ഫ്ലക്സുകൾ കൊണ്ടുകൊടുക്കാൻ ട്രാഫിക്കിന്റെ പരിപാടികൾ നോക്കിയിട്ട് അതൊക്കെ നമ്മൾ നന്നായി ചെയ്തു. അതൊരു സംതൃപ്തി ഉണ്ട് അങ്ങനെ ഒരു ഫ്ലക്സ്. ഈ മറ്റ് പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പല തിരഞ്ഞെടുപ്പുകളിൽ ഈ CPM BJP സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്ന ഈ ഫ്ലക്സ് ബോർഡുകൾ ഇതുപോലെ സംഭവങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്ന സമയത്താണ് BJPക്ക് ഈ പ്രാവശ്യം എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
ആ 100% അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലക്സുകൾ കൊണ്ടുകൊടുക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ തല വെട്ടി വെക്കുക, അതുപോലെ ചളി വാരി തേക്കുക, അല്ലെങ്കിൽ അവരുടെ പോസ്റ്റർ ഒട്ടിക്കുക. CPM-ഉം കോൺഗ്രസും ജാതിഭേദമില്ലാതെ തന്നെ അതുമേ നമ്മളെ താരടിച്ച് കാണിക്കാനായിട്ട് കണ്ടമാന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്ലക്സുകൾ കീഴോട് അപ്പം നമ്മൾ കൊണ്ടുകൊടുക്കുമ്പോഴും പറയും നമ്മൾ അവരോട് പ്രശ്നങ്ങളും കാര്യങ്ങളും തല്ലിവിടാൻ പാടില്ല, അവർ ചെയ്തു പോട്ടെ. അവർക്ക് തോൽവി എന്നുള്ള ഒരു ഭയം വന്നിട്ടാണ് ചെയ്യണേ. നമ്മൾ ജയിക്കുന്ന ഉറപ്പായി നിൽക്കുക. നമ്മൾ ആരെയും തല്ലിവിടാതെ തന്നെ നമ്മൾ പരസ്യ പ്രചരണമായാലും ഫ്ലക്സ് ബോർഡുകളായാലും ക്ലിയർ ചെയ്ത് വെക്കുക. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങോട്ട് തല്ലിവിടാൻ കാര്യങ്ങൾ പോകാൻ പറ്റില്ല. തോൽവിയുടെ ജയത്തിന്റെ നമുക്ക് ജയിക്കുന്ന ഇതറിയുമ്പോൾ അവര് പ്രത്യേകിച്ച് തല്ലിവിടാനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ അതൊന്നും ചെയ്യാതെ നമ്മുടെ ഫ്ലക്സുകൾ വെച്ച് കഴിഞ്ഞാൽ ബൂത്ത് പ്രവർത്തനം ക്ലിയർ ചെയ്ത് പോവുക. അതാണ് നമുക്ക് മോളിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടിങ്ങനെ. അതേപോലെ നമ്മൾ പിന്നെ എന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫ്ലക്സുകൾ അടിച്ചു വരുമ്പോൾ നേരം വൈകും. അപ്പോൾ വീട്ടിലേക്ക് പോകാറുമില്ല, അവിടെ തന്നെ എടുക്കാറ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത്? ഈ ഒരു വീട്ടിൽ കയറാതെ കല്യാണം കഴിഞ്ഞല്ലേ? അപ്പോൾ ഭാര്യ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയായിരുന്നു വീട്ടുകാരൊക്കെ ഒരു പ്രതികരണം? എങ്ങനെയായിരുന്നു വീട്ടുകാര് പ്രതികരണം എന്ന് പറഞ്ഞാൽ മക്കളെ കാണാത്ത ഒരു വിഷമം നമുക്ക് ഉണ്ടായിരുന്നു. 42 ദിവസത്തോളം നമ്മൾ ഫ്ലക്സ് അടിക്കാൻ നിന്നായിരുന്നേ. അപ്പോൾ അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ജയിക്കുന്നുള്ള ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ട് നമ്മൾ ആ വിഷമങ്ങളൊക്കെ ഉള്ളിലടക്കി നമ്മൾ അമ്മ വിളിക്കും, ഫോണിൽ സംസാരിക്കും. സമയം കിട്ടുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പൊ കുട്ടികളൊക്കെ ആകുമ്പോൾ പോയി പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ ചിലപ്പോൾ കാണാനല്ലോ വന്നാലും നമ്മൾ ജസ്റ്റ് പോയി വരും. നമ്മൾ ജയമാണെന്ന് നമ്മുടെ ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഞാൻ തന്നെ നേരിട്ട് ചാനൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാൻ വരുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടിരുന്നു. അമിത്ഷാ വരുന്ന ഒരു സമയം തൃശ്ശൂർ ജില്ലയിൽ ഇലക്ഷന്റെ തൊട്ടടുത്ത ദിവസങ്ങളായിരുന്നു, തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസങ്ങൾ. അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ആദ്യം ഒരു സമയം നിശ്ചയിച്ചു. അപ്പൊ അതിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നിങ്ങൾ അടിക്കുന്നത് കണ്ടു. പിന്നെ ആ സമയം മാറ്റി വേറൊരു സമയത്തേക്കാക്കി. ആ സമയത്ത് അതിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നിങ്ങൾ രണ്ടാമത് അടിക്കുന്നുണ്ടോ? പിന്നെ അമിത്ഷാ വരുന്നില്ല എന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും സമയം മാറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഫ്ലെക്സ് ബോർഡുകൾ വീണ്ടും അടിക്കുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഇത് ഈ അമിത്ഷാ വരാതിരുന്ന സമയത്തുണ്ടായ മാനസികാവസ്ഥ? അദ്ദേഹം വരുന്നു വന്ന സമയത്ത് നമ്മൾ നല്ല ആവേശമായി, ഒരു പ്രചരണ കൊഴുപ്പുകളും വരുമല്ലോ. അപ്പോൾ ഫ്ലക്സുകൾ മനുഷ്യടം പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഫ്ലക്സുകൾ വെക്കണം, അദ്ദേഹം വരണതല്ലേ നമുക്ക്, അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക്, അപ്പോൾ അടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അത്യാവശ്യം ഫ്ലക്സ് അടിച്ചു കഴിഞ്ഞപ്പോൾ ടൈം ഷെഡ്യൂൾ മാറി എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യടം പറഞ്ഞു ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ടൈം 6:07 പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും പോയിട്ട് ഫ്ലക്സിന്റെ ടൈമിന്റെ ഫ്ലക്സ് അടിച്ചു, അത് ഒട്ടിക്കാനുള്ള പരിപാടി ആക്കി. അത് കഴിഞ്ഞ് പിന്നെ അത് തുടങ്ങുമ്പോഴേക്കും പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു കാര്യം, ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഈ പാർലമെന്റ് ഇലക്ഷൻ കേരളത്തിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. ഈ കേരളത്തിൽ ഈ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ അടക്കം ബൂത്ത് തലത്തിൽ വോട്ട് വർദ്ധിച്ചത് എങ്ങനെ കാണുന്നു? എന്താണ് അവസ്ഥ? താങ്കളൊക്കെ ബൂത്തിൽ എന്താ അവസ്ഥ? ഞാൻ നെല്ലങ്കര ബൂത്തിലെ 113 ബൂത്തിലെ പ്രസിഡന്റ് ആണ്. നെല്ലങ്കര എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കോർപ്പറേഷൻ പെടുന്നുണ്ട്. അതെ, ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ബൂത്ത് പ്രസിഡന്റ് ആണ്. ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ള വോട്ട് 516, CPM-ന് കിട്ടിയുള്ളത് 313, അതുപോലെ തന്നെ LDF-ന് CPM-ന് കിട്ടിയുള്ളത്, കോൺഗ്രസിന് കിട്ടിയുള്ളത് 190 195 കിട്ടിയിട്ടുള്ളൂ. നമ്മൾ 200 വോട്ടിന് നമ്മൾ മുന്നിലാണ്. അതും എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു അഭിമാനമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സംഘടന ചുമതല എന്താ? ഞാൻ ബൂത്ത് പ്രസിഡന്റ് ആണ്, നെല്ലങ്കര ബൂത്ത് പ്രസിഡന്റ് ആണ് BJP-യുടെ. ഇതില് സാധാരണ എങ്ങനെയാണ് ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവുന്നത്? ഭൂരിപക്ഷം നമ്മൾ ഒരു 25-30 വോട്ടിനൊക്കെയാണ് നമ്മൾ ഏത് ഇലക്ഷൻ ആയാലും നമ്മൾ കൂടുതൽ ഉണ്ടാവാറ്. ഈ പ്രശ്നം നമുക്ക് ഇരട്ടി മധുരം തന്നു. ഒരു 200 വോട്ടുകൾ മുന്നിലായി നമ്മള്. അത് സത്യം പറഞ്ഞത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? 100%. നമ്മൾ ജാതിഭേദമില്ലാതെ നമ്മൾ ജനങ്ങള് BJP-യെ കയ്യിലെടുത്തു എന്നുള്ളതിന്റെ ഒരു പ്രത്യേക ഒരു അനുഭവം ആയിരുന്നു അതിന്റെ ഒരു. ഈ സാധാരണ ഒരു 10 വർഷങ്ങൾക്കോ 15 വർഷങ്ങൾക്ക് അപ്പുറത്തേക്കൊക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വോട്ട് ചെയ്യാൻ വലിയ മടിയുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് തന്നെ വേണം ഇത് കാണാം. അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളുടെ ഒരു ട്രെൻഡ് മാത്രമാണ് ഈ ഒരു വിജയം? അല്ല, ഇതിപ്പോ ജനങ്ങള് BJP-യെ കയ്യിലെടുത്തു കഴിഞ്ഞു. എന്താ പറയാൻ കാരണം എന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ CPM എന്ന ആ ഒരു ശൈലിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അവരൊക്കെ ഒരു അധികം മാറ്റങ്ങൾ വന്നു തുടങ്ങി. നമ്മുടെ ബന്ധുക്കൾ തന്നെ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണേ, BJP-ക്കാണ് വോട്ട് ചെയ്യണേ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് BJP ജയിക്കും എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ
പെട്ടെന്ന് ഒരു ആൾക്കാർ ഏറ്റവും കൂടുതൽ അമ്മമാരാണ് നമ്മുടെ അടുത്ത് എന്ന് പറയണേ, ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് നമ്മൾ ചെയ്യണം കേട്ടോ മോനെ. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ 42 ദിവസം നമ്മുടെ ഫ്ലെക്സ് അടിക്കാനും പ്രചരണത്തിന്റെ ഇതിലായ കാരണം എനിക്ക് എൻ്റെ ഏരിയയിൽ എനിക്ക് വല്ലാതെ ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മുടെ സെക്രട്ടറി ആയാലും സംഘത്തിന്റെ ആൾക്കാർ കൂടിയിട്ടാണ് അവിടെ പരമാവധി പ്രവർത്തിക്കുന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഈ ലാസ്റ്റ് നിമിഷങ്ങളിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. എന്നാലും കട്ടയ്ക്ക് അത് അവർ 200 വോട്ടുകളും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. ഒരു ബൂത്ത് പ്രസിഡന്റ് ആകുമ്പോൾ എനിക്ക് അതിന് ഇരട്ടി സന്തോഷമാണ്. വളരെ നന്ദി ചേട്ടാ ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചു. ശ്രീജിത്ത് നെല്ലങ്കരയെ പോലെയുള്ള പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വിജയത്തിന് വലിയ രീതിയിലുള്ള ഒരു സൗന്ദര്യം നൽകുന്നതെന്ന് നമുക്ക് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നറിയാം. കാരണം ഞാനിത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ സംഘപരിവാർ എന്ന് പറയുന്ന സംവിധാനം, RSS ആയിക്കൂടെ, RSSന്റെ പരിവാർ സംഘടനയോ എല്ലാവരും ഒരു റേഷൻ കാർഡിന്റെ പോലും ഉപകാരമില്ലാതെ, ഒരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കാതെ വർഷങ്ങളോളം തങ്ങളുടെ ആദർശം ഇതാണ് എന്നുള്ള ഒരു വിഷയം കൃത്യമായിട്ട് നെഞ്ചേറ്റി ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവിടെ ബലിദാനികളായിട്ടുള്ള 100 കണക്കിന് സംഘപരിവാറിന്റെ പ്രവർത്തകർ, അതോടൊപ്പം തകർന്ന് തരിപ്പണമായ കുടുംബങ്ങൾ, ജയിലിൽ അകപ്പെട്ടിരിക്കുന്ന പല മറ്റ് പ്രവർത്തകർ, അതോടൊപ്പം ഇന്നും ഈ മറ്റ് രാഷ്ട്രീയ CPM അടങ്ങുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായി ജീവശവമായി വികലാംഗരായി ഇന്ന് നമ്മുടെ കൺമുന്നിൽ ജീവിക്കുന്ന നിരവധി സംഘപരിവാറിന്റെ പ്രവർത്തകർ, ഇവരുടെ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു മധുരം നൽകുന്ന വിജയമാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ സംഭവിച്ചത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ ശ്രീജിത്ത് നെല്ലങ്കരയെ പോലെയുള്ള ഈ പ്രസ്ഥാനത്തെ വളരെയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, ത്യാഗോജ്വലമായിട്ട് ഈ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്, തർക്കമില്ല. നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.